കോൺഗ്രസ് വിമോചന സമരത്തിൻ്റെ ഘട്ടത്തിലാണ് ആദ്യമായിട്ട് RSSുമായി സഹകരിക്കുന്നത്. വിമോചന സമരത്തിലാണ് അവർ കാര്യമായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലേക്ക് അവർ മത്സരിക്കാൻ തയ്യാറായിട്ട് വരുന്നത്. അപ്പോൾ RSS യഥാർത്ഥത്തിൽ കേരളത്തിലെ UDFുമായിട്ടാണ് പിന്നീട് മത്സരിച്ചത്. അവർ ചെയ്യുന്നതുകൊണ്ടാണ് യോജിച്ച് മത്സരിച്ചത്. മതനിരപേക്ഷ ഉള്ളടക്കം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഞങ്ങൾ വരുത്തിയിട്ടില്ല. കാരണം RSS ഉൾപ്പെടെയുള്ള വിഭാഗത്തോട് നിങ്ങളുടെ നിലപാടെന്താണ് എന്ന് ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്ന സന്ദർഭത്തിൽ സഹകരിച്ച പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം എന്ന രീതിയിൽ സദാ BMS അന്ന് തലശ്ശേരി ഉൾപ്പെടെയുള്ള 4 ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വ്യക്തമായൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു. ആ ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ നിലപാട് RSS ഉൾപ്പെടെയുള്ള ജനതയോടൊരു നിലപാടെന്താണ്? അന്ന് ചരിത്രപ്രസിദ്ധമായ ഒരു പ്രസംഗം സഖാവ് EMS തലശ്ശേരിയിൽ നടത്തി. അത് RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നാണ്. RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച സഖാവ് EMS ആണ്. അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1980 മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രമാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള ബന്ധവും ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് RSSന് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് ഇടതുപക്ഷം ആ 4 സീറ്റും ജയിക്കുന്ന സ്ഥിതിയാണ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും ഉണ്ടായത്. തുടർന്ന് നമുക്കറിയുന്നത് പോലെ RSSും BJPയും കോൺഗ്രസും ചേർന്ന് മത്സരിച്ചത് വടകര പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലും അതുപോലെ തന്നെ ബേപ്പൂർ അസംബ്ലി നിയോജകമണ്ഡലത്തിലുമാണ് കോലിബി സഖ്യം ഉണ്ടാക്കിയത്. ആ സഖ്യത്തെയും പരാജയപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ജനതാ പാർട്ടിയുമായിട്ട് ഐക്യമുന്നണി ഉണ്ടാക്കിയത് ഈ ഉൾപ്പെടെയുള്ള ഈ UDF ആണ്. 1980 അന്നാണ് രാജഗോപാലൻ മത്സരിച്ചത് കാസർഗോഡ്, രാജഗോപാലൻ. അന്നാണ് KE മാരാർ മത്സരിച്ചത് കൂത്തുപറമ്പ്. അന്ന് കൂത്തുപറമ്പ് എന്നല്ല ആ നിയോജകമണ്ഡലത്തിൻ്റെ പേര്, പെരിങ്ങളം എന്നാണ്. ആ പെരിങ്ങളം നിയോജകമണ്ഡലത്തിലാണ് ഇന്നത്തെ നമ്മുടെ വനവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനാണ് അവിടെ മത്സരിച്ചിരുന്നത്. അവിടെ ജയിച്ചു. രാജഗോപാലിനെതിരായിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് രാമണ്ണറയാണ്. രാമണ്ണറയെ ജയിച്ചു. ലീഗും കോൺഗ്രസും ചേർന്ന മുന്നണിയിലായിരുന്നു ഈ പറയുന്ന ജനതാ പാർട്ടി എന്നുണ്ടായിരുന്നത്. ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അതിശക്തിയായ മുന്നേറ്റം വർഗീയതക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നിലമ്പൂരിൽ ഞാനെന്തോ പറഞ്ഞിരിക്കുന്നുവെന്ന് പച്ച കള്ളം അടിച്ചുവിടുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഇതിൽ ഓരോന്നിലും വന്ന മാറ്റങ്ങളും ഗതിവിഗതികളും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക.